ഹായ്, ഇനി ചാപ്റ്റർ 2 നിങ്ങളെ ഫിസിക്സിലെ സെക്കൻഡ് ചാപ്റ്റർ തുടങ്ങാൻ പോകും. എന്താ നോക്കിയേ, നെയിം നോക്കിയേ, ഫോഴ്സ് ആൻഡ് ലോസ് ഓഫ് മോഷൻ. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ എന്തായിരുന്നു മക്കളെ? എന്തായിരുന്നു ഫസ്റ്റ് ചാപ്റ്റർ? മോഷൻ അല്ലേ? ഫസ്റ്റ് ചാപ്റ്റർ മോഷൻ ആയിരുന്നു ഫിസിക്സിലെ അല്ലെ? അതൊക്കെ ഓർമ്മയുണ്ടോ? എന്തൊക്കെയായിരുന്നു? നമ്മള് 3 ഇക്വേഷൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് ഓർമ്മയുണ്ടോ ഏതൊക്കെയായിരുന്നു? ഓക്കെ, അതിന്റെ ബാക്കി തന്നെ ബാലൻസ് തന്നെയാണ് നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ. ഓക്കെ, എന്റെ കൂടെ തന്നെ പഠിക്കണം കേട്ടോ. എന്താണ് നമ്മൾ ചാപ്റ്റർ നെയിം എന്താ നോക്കിയേ? ഫോഴ്സ് ആൻഡ് ലോസ് ഓഫ് മോഷൻ. ഫോഴ്സ് എന്താണെന്ന് അറിയോ? ഫോഴ്സ് എന്താന്ന് അറിഞ്ഞൂടെ? അപ്പൊ നമ്മളുടെ ഫോഴ്സും പിന്നെ ഫോഴ്സിനെ കുറിച്ച് കുറച്ച് പോർഷൻസ് പഠിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പഠിക്കുന്നത് ലോസ് ഓഫ് മോഷൻ. കേട്ടിട്ടുണ്ടോ? ചെറുപ്പം മുതലേ കേൾക്കുന്ന കാര്യമാണല്ലേ. 3 ലോസ് ഉണ്ട്. ഏതാ? ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, തേർഡ് ലോ. അപ്പോ നമ്മള് ഈ ചാപ്റ്ററിൽ അതിന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് ചാപ്റ്ററിലേക്ക് പോയാലോ? ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് നെയിം? ഫോഴ്സ് ആൻഡ് ലോസ് ഓഫ് മോഷൻ. എന്താണ് ഫോഴ്സ്? വാട്ട് ഈസ് മീൻ ബൈ ഫോഴ്സ്? എന്താണ് ഫോഴ്സ്? നിങ്ങൾ 8th പഠിക്കുന്നുണ്ട് എന്താണ് ഫോഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫോഴ്സ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഫോഴ്സ് എന്താണ്? നമ്മൾ ഫോഴ്സ് കൊടുക്കുക അല്ലേ? നമ്മളുടെ ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ മൂവ് ചെയ്യാൻ നമ്മൾ ഒരു ഫോഴ്സ് കൊടുക്കുക അല്ലെ? അല്ലെങ്കിൽ മോഷനിലുള്ള ഒരു ഒബ്ജക്റ്റ് എന്ത് ചെയ്യാ? റെസ്റ്റിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ ഫോഴ്സ് കൊടുക്കുക, അങ്ങനെയും പറയും. ഓക്കെ, എന്താണ് മോഷൻ? എന്താണ് റെസ്റ്റ്? ഓർമ്മയുണ്ടോ? അതൊക്കെ പറഞ്ഞത് ഓർമ്മയുണ്ടോ? എന്താണ് മോഷൻ? മൂവ്മെന്റ് അല്ലെ? നമ്മൾ മൂവ് ചെയ്യുന്നതിനാണ് മക്കൾ എന്ത് പറയാ? മോഷൻ എന്ന് പറയാ അല്ലെ? ഏതൊരു ഒബ്ജക്റ്റും എന്താണ് നമ്മളുടെ മൂവ് ചെയ്യാ, മൂവ്മെന്റ് നടക്കുന്നതിന് നമ്മൾ എന്ത് പറയും? മോഷനിലാണെന്ന് പറയും. ഇഫ് ദേ ആർ അറ്റ് റെസ്റ്റ് അല്ലെ, മൂവ്മെന്റ് ഇല്ലാതെ നമ്മൾ റെസ്റ്റിൽ നിൽക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? ദ ഒബ്ജക്റ്റ് ആർ അറ്റ് റെസ്റ്റ് ആണെന്ന് പറയും. ഓക്കെ, അനക്കൊന്നും ഇല്ലാതെ ഇങ്ങനെ നിൽക്കുന്നതിന് നമ്മൾ പറയുന്നത് എന്താണ് മക്കളെ? റെസ്റ്റിലാണെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്താണ് ഫോഴ്സ് എന്ന് പറയും? ടു മൂവ് എ സ്റ്റേഷനറി ഒബ്ജക്ട് ഫ്രം വൺ പ്ലേസ് ടു അനദർ. ഓക്കെ, ഒരു സ്റ്റേഷനറി ആയ ഒബ്ജക്റ്റ് നമ്മൾ ഒരു പ്ലേസിൽ നിന്ന് വേറൊരു പ്ലേസിലേക്ക് മൂവ് ചെയ്യാൻ എന്ത് വേണം? വി നീഡ് ടു പുട്ട് സം എഫേർട്ട് അല്ലേ? ഒരു ഒബ്ജക്റ്റ് വേറൊരു സ്ഥലത്തേക്ക് നീങ്ങി നിൽക്കണമെങ്കിൽ നമുക്ക് എന്തിടണം മക്കളെ? ഒരു എഫേർട്ട് ഇടണം അല്ലേ? ആ ഒരു എഫേർട്ട്, ഇവിടെ ഒരു ബോക്സ് ഉണ്ടെന്ന് വിചാരിച്ചേ, മാമിന്റെ അടുത്ത് ഒരു ബോക്സ് ഉണ്ടെന്ന് വിചാരിക്കും. മാമിന് അതൊന്ന് മൂവ് ചെയ്യിപ്പിക്കണം. ഓക്കെ, അപ്പൊ മാം എന്തിടും? ഒരു എഫേർട്ട് ഇടും അല്ലെ? ഒരു ഫോഴ്സ് കൊടുക്കും അല്ലെ? നമ്മളുടെ ഡെയിലി ലൈഫിൽ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ ഫിസിക്കലി പറയാൻ പോവാണ്. ഫിസിക്സിൽ എങ്ങനെയാണെന്ന് പറയാൻ പോവാണ് അല്ലെ? ഈ ഫോഴ്സ് കൊടുക്കുന്നൊക്കെ നമ്മൾ ചിന്തിച്ചാൽ സിമ്പിൾ ആയ കാര്യമാണ്. പക്ഷെ അതിന്റെ പറ്റിയിട്ട് ഇക്വേഷൻസ് പഠിക്കാനുണ്ട്, ടൈപ്സ് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പൊ എന്താണ് ഞാൻ പറഞ്ഞിരുന്നു? ടു മൂവ് എ സ്റ്റേഷനറി ഒബ്ജക്ട് ഫ്രം വൺ പ്ലേസ് ടു അനദർ വി നീഡ് ടു പുട്ട് സം effort. Okay, this effort is known as force. സിംപ്ലി പറഞ്ഞതാ, നമ്മൾ ഒരു സ്റ്റേഷനറി ഒബ്ജക്റ്റിൽ നിന്ന് എന്ത് ചെയ്യണം? ഒന്ന് മൂവ് ചെയ്യിപ്പിക്കണം. ഓക്കെ, അപ്പൊ അതിന് നമ്മൾ എന്തിടണം മക്കളെ? എഫേർട്ട് ഇടണം അല്ലേ? എഫേർട്ട് ഇടണ്ടേ? ആ എഫേർട്ടിന് പറയുന്ന പേരാണ് എന്ത്? ഫോഴ്സ്. ഓക്കെ, അതിനെന്താ പറയുന്നത്? ഫോഴ്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, എന്ന് വായിച്ചോക്കിയേ. To move a stationary object from one place to another, we need to put some effort. This effort is known as force. Okay. For example, a push, a hit or pull. Push ചെയ്യാ, pull ചെയ്യാ, hit ചെയ്യാ. ഇതൊക്കെ എന്തിന്റെ എക്സാമ്പിൾ ആണ്? നമ്മളുടെ ഫോഴ്സിന്റെ എക്സാമ്പിൾ ആണ്. ഓക്കെ, നമ്മളുടെ പുഷ് ചെയ്യുന്നത്, പുൾ ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ഫുട്ബോൾ കളിക്കുന്നത്, നമ്മളൊരു ബോള് മൂവ് ചെയ്യാൻ, ഓക്കെ, ഒരു ബോള് നമ്മൾ മൂവ് ചെയ്യാൻ നമ്മൾ ലെഗ് കൊണ്ട് തട്ടുമ്പോൾ നമ്മൾ അവിടെ ഒരു ഫോഴ്സ് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പൊ എന്താണ് ഫോഴ്സ് എന്ന് അറിയാലോ? ഓക്കെ, എന്തായിരുന്നു ഫോഴ്സ്? ടു മൂവ് എ സ്റ്റേഷനറി ഒബ്ജക്ട് ഫ്രം വൺ പ്ലേസ് ടു അനദർ വി നീഡ് ടു പുട്ട് സം എഫേർട്ട്. ദിസ് എഫേർട്ട് ഈസ് നോൺ ആസ് ഫോഴ്സ്. സിംപ്ലി ആയിട്ട് പറഞ്ഞതാണ്. ഓക്കെ, എക്സാമ്പിൾ എന്താണ്? പുഷ്, ഹിറ്റ്, പുൾ. ഓക്കെ, ഓക്കെ, നോക്കിയേ, എ ഫോഴ്സ് ഈസ് എ പുഷ് ഓർ പുൾ. എന്ത് പറയാം? ഫോഴ്സ് എന്താന്ന് പറയാം? ഒരു പുഷോ അല്ലെങ്കിൽ ഒരു പുള്ളോ ഇല്ലേ? ഇത് ഇപ്പൊ കുട്ടി എന്താ ചെയ്യുന്നത്? അവിടെ ഒരു കുട്ടി എടുത്തിട്ട് ആ ഡോർ, ഓക്കെ, ഡോർ ഓർ ബോക്സ് എന്തായാലും അത് പുഷ് ചെയ്യാണ് അല്ലേ? ആ പുഷ് ചെയ്യാണ്. ഈ കുട്ടി എന്താ ചെയ്യുന്നത് നോക്കിയേ? 2 കുട്ടികളാണ്. അതുകൊണ്ടോ ഇവിടെ കുട്ടിക്ക് നമുക്ക് എ എന്ന് പേരിടാം, ഈ കുട്ടി നമുക്ക് ബി എന്നിടാം. ഓക്കെ, എ പറഞ്ഞ കുട്ടി അത് പുൾ ചെയ്യാണ്. ഓക്കെ, ബി എന്ന് പറഞ്ഞ കുട്ടി എന്ത് ചെയ്യാണ്?
പുഷിയാണ്. അപ്പൊ എന്താണ് ഈ പുഷും പുള്ളും ഒക്കെ എന്താണ് മക്കളെ? ഫോഴ്സ് ആണ്. ഓക്കെ, അപ്പം എ ഫോഴ്സ് ഈസ് എ പുഷ് ഓർ പുൾ. എന്താണ്? പുഷ് ഓർ പുൾ. നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലെ റെസ്റ്റോറന്റിന്റെ ഡോറ്. ഓക്കെ, അവിടെ എഴുതിച്ചിട്ടുണ്ടാവും പുഷ് ഓർ പുൾ അല്ലെ. ചിലതിൽ പുഷ് ചെയ്തും ചിലർ നേരിട്ട് പുൾ ചെയ്തും ഒക്കെ നമ്മൾ കണ്ടിട്ടില്ല. വലിച്ച് ഡോറ് തുറക്കുന്നത് കണ്ടിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്? പുൾ ചെയ്യണം. ചിലർക്ക് പുഷ് ചെയ്യാൻ പറയും. ഓക്കെ, അപ്പം അതൊക്കെ എന്തിന്റെ എക്സാമ്പിൾ ആണ്? ഫോഴ്സിന്റെ എക്സാമ്പിൾ ആണ്. ഓക്കെ, പിടി കിട്ടിയോ? അപ്പൊ നമ്മൾ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തു. ഫോഴ്സ് ആൻഡ് ലോസ് ഓഫ് മോഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ്. അതിൽ ഫസ്റ്റ് ഭാഗം എന്താണ്? ഫോഴ്സ് ആണ്. അപ്പൊ നമ്മൾ ഫോഴ്സ് എന്താണെന്നാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നോക്കിയേ. Whenever we push or pull an object, a force acts upon them and makes them move from one place to another. നാം പറഞ്ഞ തന്നെ എന്തായിരുന്നു? പുഷോ പുള്ളോ ചെയ്താൽ നമ്മളുടെ ഒബ്ജക്റ്റ് എന്ത് ചെയ്യും? ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലേക്ക് പോകും. ഓക്കെ, എന്താണ്? Whenever we push or pull an object, a force acts upon them and makes them move from one place to another. Hence, a force can do the following to stationary object. ഒരു സ്റ്റേഷനറി ആയ ഒബ്ജക്ട്, ഒരു റെസ്റ്റിൽ നിൽക്കുന്ന ഒബ്ജക്ട്, ആ ഒരു ഒബ്ജക്റ്റിന് ഈ ഫോഴ്സ് കൊണ്ട് എന്തൊക്കെ നടക്കുന്ന വിചാരിക്കുന്നത്? പല കാര്യങ്ങളും നടക്കും. ആ ഒബ്ജക്റ്റിന് മൂവ് ചെയ്യും. ഓക്കെ, ആ നിന്ന ഒബ്ജക്റ്റ് മൂവ് ആവും. ചിലപ്പോ അതിന്റെ ഷേപ്പ് ചേഞ്ച് ചെയ്യും, സൈസ് ചേഞ്ച് ചെയ്യും. ഇതൊക്കെ നമുക്ക് ഫോഴ്സിനെ കൊണ്ടുണ്ടാവുന്നതാണ്. നോക്കി എന്താണെന്ന്. ഇനീഷ്യേറ്റ് മോഷൻ ഇൻ എ മോഷൻലെസ് ഒബ്ജക്ട്. മോഷൻലെസ് ഒബ്ജക്ട്, റെസ്റ്റിലുള്ള ഒബ്ജക്ട് അല്ലെ. മോഷൻലെസ് എന്ന് പറഞ്ഞാൽ റെസ്റ്റിലുള്ള ഒബ്ജക്ട്. ആ റെസ്റ്റിലുള്ള ഒബ്ജക്റ്റിനെ മോഷനിലേക്ക് കൊണ്ടുവരും. എന്താണ് കൊണ്ടുവരുന്നത്? ഫോഴ്സ് ആണ് അല്ലേ. ഫോഴ്സ് കൊടുക്കുമ്പം നമ്മളുടെ മോഷൻലെസ് ആയ ഒബ്ജക്ട് എന്ത് ചെയ്യും? മോഷനിലേക്ക് വരും. ഓക്കെ, സെക്കൻഡ് എന്താണ്? ചേഞ്ച്, ഇൻക്രീസ് ഓർ ഡിക്രീസ് ദ വെലോസിറ്റി ഓഫ് മൂവിംഗ് ഒബ്ജക്ട്. ഇത് എന്തിന്റെ കേസാണ്? നമ്മളുടെ മൂവിംഗ് ഒബ്ജക്ട്. ഞാൻ പറഞ്ഞു റെസ്റ്റിലുള്ളതിന് മാത്രമല്ല ഫോഴ്സ് വരുന്നത് അല്ലെ. മൂവിംഗ് ആയ ഒബ്ജക്ട്, നമ്മളിപ്പോ ഒരു മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒബ്ജക്ട് നമ്മൾ ഒന്നും കൂടെ ഫോഴ്സ് കൊടുക്കുക. ഓക്കെ, ആ മൂവ് എന്താണ്? നമ്മളിപ്പോ ഒരു ബോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാന്ന് വിചാരിക്കുക. ആ ബോൾ ഒന്നും കൂടെ ഒറ്റ തട്ട് കൊടുത്തു. എങ്ങനെ ഉണ്ടാവും? അത് സ്പീഡിൽ പോകും. ഒന്നും കൂടെ സ്പീഡ് കൂടും അല്ലേ. അപ്പൊ എന്ത് ചെയ്യും? അതിന്റെ വെലോസിറ്റി കൂട്ടും. ഓക്കെ, എന്താണ് അപ്പം? ചേഞ്ച് ദ വെലോസിറ്റി ഓഫ് ദ മൂവിംഗ് ഒബ്ജക്ട്. ഒരു മൂവിംഗ് ഒബ്ജക്റ്റിലാണ് നമ്മൾ ഫോഴ്സ് കൊടുക്കുന്നതെന്ന് വിചാരിച്ചാൽ അതിന് എന്ത് കൂടും? വെലോസിറ്റി കൂട്ടാനോ കുറയ്ക്കാനോ പറ്റും. ഓക്കെ, ഇപ്പൊ നമ്മൾ ആലോചിക്കി, നമ്മളൊരു ഒബ്ജക്റ്റ് ഭയങ്കരമായിട്ട് ഒരാളിങ്ങനെ ഭയങ്കര കഷ്ടപ്പെട്ട് നീക്കി കൊണ്ടുവരാണ്. ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ഒരാള് അന്നങ്ങരുത്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാ? ഇയാൾ ഇവിടെ എന്ത് ചെയ്യാ? ഫോഴ്സ് കൊടുത്തു. അപ്പൊ ആ വരുന്ന സ്പീഡ് കുറയൂലേ അല്ലെ മക്കളെ? നിങ്ങൾ രണ്ടുപേരും കൂടെ ഇങ്ങനെ, ഒരാൾ ഇവിടുന്ന് മൂവ് ചെയ്യാം, ഇവിടുന്ന് ഒരു ഭയങ്കര വലിയ ബോക്സ് മൂവ് ചെയ്ത് കഷ്ടപ്പെട്ട് കൊണ്ടുവരും. ഇപ്പുറത്തുനിന്ന് ഒരാൾ നോ ഇവൻ അയാൾ അവിടുന്ന് അങ്ങോട്ട് മൂവ് ചെയ്യിപ്പിക്കുക. അപ്പം എന്ത് ചെയ്യും? ആ വരുന്ന വെലോസിറ്റി ഇവിടെ കുറയും അല്ലെ. ആ ബോക്സിന്റെ ആ നീക്കം അവിടെ കുറയും. അപ്പൊ എന്താണ്? ഇവിടെ ഒരു ഫോഴ്സ് കൊടുക്കുന്നുണ്ട്, ഇപ്പുറത്തെ സൈഡിൽ നിന്നും ഫോഴ്സ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഫോഴ്സ് എന്ത് ചെയ്യും? സ്പീഡ് കൂട്ടാനും പറ്റും, സ്പീഡ് കുറയ്ക്കാനും പറ്റും. ഓക്കെ, മനസ്സിലായോ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? സെക്കൻഡ് പോയിന്റ്, ചേഞ്ച് ദ വെലോസിറ്റി ഓഫ് ദ മൂവിംഗ് ഒബ്ജക്ട്. ഓക്കെ ഓക്കെ, തേർഡ് എന്താണ്? ഓൾട്ടർ ദ ഡയറക്ഷൻ ഓഫ് എ മൂവിംഗ് ഒബ്ജക്ട്. പിന്നെ എന്ത് ചെയ്യും? മൂവിംഗ് ഒബ്ജക്റ്റിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യും. ഇപ്പം നമ്മളുടെ ഒരു ഒബ്ജക്ട് ഇങ്ങനെ മൂവ് ചെയ്തോണ്ടിരിക്കുന്നു വെച്ചാൽ, പിന്നെ എന്നൊരാൾ തട്ടി, ഇപ്പൊ മാം ഇങ്ങനെ എന്ത് ചെയ്യാണ്? റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് ജസ്റ്റ് ഒന്ന് വാക്ക് ചെയ്യാന്ന് വിചാരിക്കും. ഓക്കെ, മൂവ് ചെയ്തോണ്ടിരിക്കുമ്പോ ഒരാൾ എന്നെ ഒന്ന് ഹിറ്റ് ചെയ്തു, എന്റെ ഡയറക്ഷൻ ചേഞ്ച് ആവും അല്ലേ. ഞാൻ ഇങ്ങനെ എന്നെ ഈ സൈഡിൽ നിന്ന് ഹിറ്റായ എന്റെ ഡയറക്ഷൻ ചിലപ്പോൾ വിചാരിക്കാത്ത ഭാഗത്തേക്ക് പോകുമല്ലേ. അല്ലെങ്കിൽ ഇൻ കേസ് ഏത് വേണമെങ്കിലും ഒരു ബോൾ ആയാലും എന്തൊരു സബ്സ്റ്റൻസ് എന്തൊരു ഒബ്ജക്റ്റ് ആണെങ്കിലും നമ്മൾ എന്ത് ചെയ്യാണ്? മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ മൂവ് ചെയ്ത സബ്ജക്റ്റ് നമ്മൾ വേറൊരു ഡയറക്ഷനിൽ നിന്ന് വേറൊരു ഫോഴ്സ് കൊടുത്താൽ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യില്ലേ? ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെ, ബോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ത് ചെയ്യും? ചിലപ്പോ മുകളിലോട്ടോ ഡയറക്ഷൻ മാറും. ഓക്കെ, എന്തായിരുന്നു നമ്മളെ തേർഡ് പോയിന്റ്? ഓൾട്ടർ ദ ഡയറക്ഷൻ ഓഫ് എ മൂവിംഗ് ഒബ്ജക്ട്. ഓക്കെ, എന്തായിരുന്നു ഫോർത്ത് വൺ? ചേഞ്ച് ദ ഷേപ്പ് ആൻഡ് സൈസ് ഓഫ് എൻ ഒബ്ജക്ട് അല്ലേ. നമ്മളുടെ ഒബ്ജക്റ്റിന്റെ ഷേപ്പും ചേഞ്ചും ഒക്കെ എന്തുകൊണ്ടും ഇതാവും?
ഫോഴ്സിനൊക്കെ ഉണ്ടാവും അല്ലേ? ഫോഴ്സ് കൊടുക്കുമ്പോൾ ചില ഒബ്ജക്ട്സ് നമ്മൾ ഒന്ന് വിചാരിച്ചോക്കി, നമ്മൾ എന്താ ഒരു മാവൊക്കെ ഇല്ലേ നമ്മൾ കുഴക്കുന്ന പ്ലഫ് ഒക്കെ അല്ലേ, അതൊക്കെ നമ്മൾ എന്ത് ചെയ്യാൻ ജസ്റ്റ് ഒന്ന് ഫോഴ്സ് കൊടുത്താൽ എന്താവും? അത് ചേഞ്ച് ആവും അല്ലേ? അതിന്റെ ഷേപ്പ് ചേഞ്ച് ആവും, അതിന്റെ സൈസും ചേഞ്ച് വരും. ഓക്കെ, അപ്പൊ ഈ ഫോഴ്സിനെ കൊണ്ട് ഒരു ഒബ്ജക്റ്റിന്റെ മുകളിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ഓക്കെ, എന്തൊക്കെയായിരുന്നു? ഇനീഷ്യേറ്റ് മോഷൻ ഇൻ എ മോഷൻലെസ് ഒബ്ജക്ട്, ചേഞ്ച് ദ വെലോസിറ്റി ഓഫ് ദ മൂവിംഗ് ഒബ്ജക്ട്, can be increase or decrease. Okay, alter the direction of a moving object. Last one, change the shape and size of the object. ഇതൊക്കെ നമുക്ക് മാറ്റം വരുത്താൻ പറ്റും. എന്താണ്? ഓക്കെ ആണോ? പിടികിട്ടിയോ? എന്താണ് നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? ഫോഴ്സിനെ കുറിച്ചിട്ടാണ് അല്ലെ? ഫോഴ്സിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചത് തന്നെ നമ്മളെ ഫസ്റ്റ് NCERT തുടക്കം തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നന്നായി ടെക്സ്റ്റ് ബുക്ക് വായിക്കണം. ഓക്കെ, അടുത്ത നോക്കിയേ, നിങ്ങൾ ടെസ്റ്റിൽ NCERT പിക്ചർ pushing, pulling or hitting object change the state of motion. The trolley moves along the direction we push it. Okay, നമ്മൾ ഷോപ്പിംഗ് മാളിലൊക്കെ പോകുമ്പോൾ നമ്മൾ ട്രോളി കണ്ടിട്ടുണ്ടാവും അല്ലെ? നമ്മളുടെ സാധനമൊക്കെ പിക്ക് ചെയ്യാൻ അവിടെ ട്രോളി ഉണ്ടാവും. ആ ട്രോളി നമ്മളിങ്ങനെ മൂവ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മളവിടെ ഒരു ഫോഴ്സ് കൊടുക്കുകയാണ്. ആ ഫോഴ്സ് കൊടുക്കുമ്പോൾ അതിന്റെ ഡയറക്ഷൻ നമ്മൾ ഏത് ഭാഗത്തേക്കാണോ ഫോഴ്സ് കൊടുത്തത് ആ ഡയറക്ഷനിലേക്ക് അത് മൂവ് ചെയ്യും. ഓക്കെ, അവിടെ എന്താണ് നമ്മൾ കൊടുക്കുന്നത്? ഒരു ഫോഴ്സ് ആണ് കൊടുക്കുന്നത്. ഓക്കെ, സെക്കൻഡ് വൺ, ഡ്രോയർ ഈസ് പുൾഡ്. നമ്മൾ ഡ്രോയറിന്റെ കേസ് അല്ലെ? എല്ലാവരുടെ വീട്ടിലും ഡ്രോയർ ഉണ്ടാവും അല്ലെ? നിങ്ങളുടെ ടേബിൾ, നിങ്ങൾ സ്റ്റഡി ടേബിൾ ഉണ്ടാവും അല്ലെ? ആ സ്റ്റഡി ടേബിൾ ഡ്രോയർ ഉണ്ടാവും. ആ ഡ്രോയർ നമ്മൾ എന്താ ചെയ്യുന്നത്? പുഷ് ഓർ പുൾ? പുഷ് ചെയ്യാണോ? നമ്മൾ ഓപ്പൺ ചെയ്യാൻ എന്ത് ചെയ്യും? പുള്ളയും അല്ലെ? നമ്മളത് പുള്ളി. അപ്പൊ പുള്ളും പുഷും എന്താണ്? അവിടെ ഫോഴ്സ് ആണ്. പുഷ് ഓർ പുള്ളിന് നമുക്ക് എന്ത് ചെയ്യണം? ഫോഴ്സ് ചെയ്യണം, ഫോഴ്സ് കൊടുക്കണം. ഓക്കെ, അപ്പൊ ഇത് പുൾ ചെയ്യുന്നതും ഇത് പുഷ് ചെയ്യുന്നതിന്റെയും എക്സാമ്പിൾ ആണ്. ഓക്കെ, എന്തായിരുന്നു? The trolley moves along the direction we push it. അത് പുഷിന്റെ ഡ്രോയർ ഈസ് പുൾഡ്. ഓക്കെ, അപ്പൊ നമുക്ക് ഫോഴ്സിനെ കുറിച്ച് പിടികിട്ടിയോ? എന്താണ് അടുത്തത്? ഓക്കെ, നോക്കിയേ, pushing, pulling or hitting object change the state of motion. The hockey stick hits the ball forward. കണ്ടോ? ഹോക്കി കളിക്കുന്ന ആൾക്കാരാണോ? ആ ഹോക്കി കളിക്കുമ്പോൾ നമ്മളത് സ്റ്റിക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ആ ബോള് മൂവ് ചെയ്യാൻ കൊടുക്കും. അവിടെ എവിടെയാണ് ഫോഴ്സ് കൊടുക്കുന്നത്? നമ്മളാ സ്റ്റിക്കുമ്പോഴാണ് ഫോഴ്സ് കൊടുക്കുന്നത് അല്ലേ? ഓക്കെ, നമ്മൾ ഫോഴ്സ് കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അവിടെ ബോള് മൂവ് ചെയ്യും. ഓക്കെ, അപ്പൊ മനസ്സിലായോ? ഫോഴ്സ് അല്ലേ? ഓക്കെ, വേറൊരു എക്സാമ്പിൾ നോക്കി. എ സ്പ്രിംഗ് എക്സ്പാൻഡ്സ് ഓൺ ദ ആപ്ലിക്കേഷൻ ഓഫ് ഫോഴ്സ് അല്ലേ? എന്താണ് മക്കളെ? നമ്മളുടെ സ്പ്രിങ്ങിന്റെ കേസ് നമ്മൾ അവിടെ എന്താ ചെയ്യുന്നത്? അത് ഫോഴ്സ് കൊടുത്ത് നമ്മൾ അത് എക്സ്പാൻഡ് ചെയ്യും അല്ലെ? ഇങ്ങനെ ഇരിക്കുന്ന സ്പ്രിങ് നമ്മൾ എക്സ്പാൻഡ് ചെയ്യും അല്ലെ? അതാണ് പറയുന്നത്. Okay, spring expands on the application of force. A spherical rubber ball becomes oblong as we apply force on it. അല്ലെ? നമ്മൾ റബ്ബർ ബോൾ കയ്യിലെടുത്ത് നോക്കി. റബ്ബർ ബോൾ നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് ഫോഴ്സ് കൊടുത്ത് അതിന്റെ ഷേപ്പ് ഒക്കെ കണ്ടിട്ട് ഇങ്ങനെ ചുളുങ്ങി നിൽക്കുന്നത്. ഓക്കെ, അവിടെ ഷേപ്പും സൈസും ഒക്കെ ചേഞ്ച് വരുന്നത്. അതൊക്കെ എന്തിന്റെ എക്സാമ്പിൾ ആണ്? നമ്മളുടെ ഫോഴ്സിന്റെ എക്സാമ്പിൾ ആണ്. ഓക്കെ ആണോ?